ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളെ മുല്ലപ്പെരിയാറിനെ കുറിച്ചാണ്. മുല്ലപ്പെരിയാറിനെ കുറിച്ചാണ് ഇന്ന് നമ്മളെ വീഡിയോ. അപ്പോൾ ഒരുപാട് പേര് മുല്ലപ്പെരിയാറിനെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം മുല്ലപ്പെരിയാർ ഇന്ന് പൊട്ടും, നാളെ പൊട്ടും, മറ്റന്നാൾ പൊട്ടും, ഇങ്ങനെ ഓരോരുത്തരുമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അത് ഓരോ യൂട്യൂബിലും യൂട്യൂബർമാരും അതുപോലെ സോഷ്യൽ മീഡിയയും മറ്റ് വാർത്താ ചാനലുകളും മൊത്തവും ഇതുപോലെ ഇന്ന് പൊട്ടും നാളെ പൊട്ടും ഇങ്ങനെ അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ ഭയപ്പെടുത്തി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പൊട്ടിയാൽ ആരൊക്കെ എന്തൊരു കുഴപ്പമാണ്, എന്തൊരു നേട്ടമാണ്? യുവമാര് റീച്ച് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചുമ്മാ വെറുതെ മനുഷ്യനായിട്ട് പറ്റിക്കുവാൻ വേണ്ടി ഇത് പറയണം. ഇപ്പൊ തന്നെ പാലക്കാട് സുരാജ് പാലക്കാടൻ, അപ്പൊ അവൻ തന്നെ അവനെ ഇപ്പൊ അറസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അവൻ പറഞ്ഞ എന്താണ്, അത് ഞാൻ മുഖ്യമന്ത്രിയും അതുപോലെ സ്റ്റാലിനോട് ചേർന്നാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്, ഞാൻ മുല്ലപ്പെരിയാറിനെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിലാണ്. മുല്ലപ്പെരിയാറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇവനെ എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? ഇവനെ ഒന്നും ചെയ്യാനില്ല. കാരണം ഇവനെ അറസ്റ്റ് ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ പെണ്ണിന്റെ പേരിൽ ഒരു ചാനൽ ചെയ്തിരുന്നു അതിശയകരമായിട്ട്. അങ്ങനെ അവർ കൊടുത്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇവനെ അറസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ മുല്ലപ്പെരിയാറിനെ കുറിച്ചൊന്നുമല്ല. മുല്ലപ്പെരിയാറിനെ കുറിച്ച് നിരന്തരം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മുല്ലപ്പെരിയാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിപ്പോ തമിഴ്നാട്ടുകാർ ഇതിന്റെ അണക്കെട്ട് ഇത് ഒന്നുകൂടെ റീവെന്റ് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇതിന്റെ ഉൽപ്പന്നം ശിവകരിയിൽ തുടങ്ങി അവിടെ നിന്ന് ചെറിയ ചാലുകളായി ഇത് പെരിയാർ വഴി മുല്ലപ്പെരിയാറിലേക്ക് വന്നെത്തി വലിയ ഒരു ജലപ്രവാഹമായി കിടക്കുന്നത്. അതല്ലേ നമ്മളെ ഊട്ടിയിൽ നമ്മള് മുകളിൽ പോകുമ്പോഴത്തേക്ക് ആ ബോട്ടിൽ കിടക്കുന്നത്. ഈ ദ്വാരകൾ ഈ അണക്കെട്ട് പൊട്ടിക്കഴിഞ്ഞാൽ 4 ജില്ലകൾ കറക്റ്റായിട്ട് പോയിരിക്കും. അന്ന് ഈ പറഞ്ഞവന്മാരും ഇതിന് കണ്ട് വാവളക്കുന്നവന്മാരൊന്നും അന്ന് ഉണ്ടാവില്ല. അന്ന് അതിനു വേണ്ടി പറയാൻ കാണില്ല. ഇന്നവന്മാർക്ക് അത് കാണിക്കുന്നതെല്ലാം പ്രദർശനം വേണ്ടി മാത്രമാണ്. ആ പൊട്ടിയാൽ എന്താണ്, പൊട്ടിയില്ലെങ്കിൽ എന്താണ്, ചുമ്മാ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യനായിട്ട് അവന്മാര് ഇതാക്കുന്നതല്ലേ. അപ്പൊ അതിലൊന്നും ഒരു കാര്യമില്ലെന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ അതാണ് ഞാനും ചോദിക്കുന്നത്, അത് പൊട്ടു ഇല്ലയോ? എന്റെ അത് പൊട്ടുമായിരിക്കാം. പൊട്ടിക്കഴിഞ്ഞാൽ നാളെയില്ല ഈ പറയുന്നവന്മാരും ഉണ്ടാവില്ല. ഒക്കെ അപ്പൊ ഈ സ്റ്റാലിന് വേണമെങ്കിൽ, സ്റ്റാലിൻ നല്ലൊരു മനുഷ്യനാണ്. സ്റ്റാലിന്റെ പറഞ്ഞ സ്റ്റാലിനെ സഹായിക്കാൻ നമുക്ക് സുപ്രീം കോടതിയിൽ എന്റെ കേസ് നടക്കുകയാണ്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇത് ഈ മുല്ലപ്പെരിയാർ കൊണ്ട് ഉപയോഗമുള്ളത് തമിഴ്നാട്ടുകാർക്കാണ്. അവർക്ക് 4 ജില്ലയിലേക്ക് അത് കുടിക്കാനുള്ള വെള്ളം കിട്ടുന്നു. 4-5 ജില്ലയ്ക്ക് തേനി, അത് മധുര, ഇങ്ങനെയൊക്കെയുള്ള കമ്പം, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇവർക്ക് ഈ ഇതിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പൊ ഇത് ഇപ്പൊ അവർക്കിപ്പോ നമുക്ക് അവർ തന്നെ കെട്ടിത്തരണമെന്ന് അവരിൽ കംപ്ലൈന്റ് കൊടുക്കാൻ കഴിയില്ല. കാരണം ഇത് ഉൽപ്പാദിക്കുന്ന ഈ ഉണ്ടായിരിക്കുന്ന കേരളത്തിൽ നിന്നാണ്, ഒഴുകുന്നതും കേരള വഴിയാണ്. പക്ഷെ അണക്കെട്ട് നിർത്തിയാണ് ഇവര് അങ്ങോട്ട് അതിൽ എടുത്തിരിക്കുന്നത് വെള്ളം. അപ്പൊ ഈ അണക്കെട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഇത് കേരളത്തിനെ കുഴപ്പമുള്ളൂ, ആ തമിഴ്നാട്ടുകാരെ ബാധിക്കില്ല. അതാണ് ഇതിലുണ്ടാവുന്ന കുഴപ്പമെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യം ചോദിക്കാം. ഒരെണ്ണം കെട്ടാൻ എത്ര രൂപ ചെലവ് ഉദ്ദേശം കാണുന്നുണ്ട്? അത് നമ്മൾ 120 അടിയും കണ്ട ഉയരത്തിലാണ് അത് നിൽക്കുന്നത്. 120 അടി ഉയരത്തിൽ. അപ്പൊ അതിന്റെ ഒരു നിർമ്മാണ ചെലവ് നമുക്ക് പറയാൻ നമുക്ക് ഭീകരമായിരിക്കും. അതായത് ഇവിടുന്ന് കാസർഗോഡ് വരെ ഇവിടെ ട്രെയിൻ വരെ പോകണം. 10 കിലോമീറ്റർ ട്രെയിൻ ഓടുന്ന പാടം മതി കുറ്റിയായിട്ട് ഉപയോഗിക്കാം എന്നാണ് എന്റെ ഒരു നിഗമനം. 20 കോടി രൂപ മുടക്കിയാൽ അത് കറക്റ്റ് ആവും. പക്ഷെ ആർക്കും ഇതിനു വേണ്ടി ഒരു താല്പര്യം വരുന്നില്ലല്ലോ. ആർക്കും ഇതിനൊരു താല്പര്യം കിട്ടുന്നില്ല. ഒരു ദിവസം 2 മണി വരെ ടാക്സ് പിരിക്കുന്ന പൈസ മതി ഇതിന് പേര് കെട്ടാൻ എന്നാണ് എന്റെ വിശ്വാസം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ജനങ്ങളെ സേഫ്റ്റി ആക്കുക എന്നുള്ള ഗവൺമെന്റിന്റെ ഏറ്റവും ഒരു ഉത്തരവാദിത്തമാണ്. പൊട്ടിയാലും ഇല്ലെങ്കിലും ഒരു തടയങ്ങൾ വെച്ചു കൊടുക്കുക. എന്താ ഇത് പൊട്ടും ഇതിന്റെ ഉൾഭവം മൊത്തം. കാരണം അതിനകത്ത് ഈ ടാങ്ക് വളഞ്ഞു നിൽക്കുകയാണ്, തൂണുകൾ വളഞ്ഞു നിൽക്കുകയാണ്. അടിയിലുള്ള നമുക്ക് മുകളിൽ എന്തൊക്കെ വേണമെങ്കിലും നമുക്ക് ആ ഒരു മെയിൻ്റനൻസ് പണികൾ ചെയ്ത് വെക്കാം. പക്ഷെ അതിന് അടിയിലോട്ടുള്ളതോ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഇത് വരുന്നത് നിസ്സാരമായിരിക്കില്ല. അതിൽ വരുന്നത് ഭീകരമായ ഒരു മർദ്ദമായിരിക്കും. ആ മർദ്ദത്തിൽ വരുമ്പോഴത്തേക്ക് കെട്ടിടങ്ങൾ തുറക്കും, പാറകൾ ഉണ്ടാൽ പാറകൾ എന്തെല്ലാം ഉണ്ട് അതെല്ലാം പൊണമായി ഇനി വരുമ്പോഴാണ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോഴത്തെ മുണ്ടക്കൈലത്തിലെ ഇത് തന്നെ കണ്ടില്ലേ, ഭൂകമ്പം തന്നെ, അവിടുത്തെ പ്രളയം തന്നെ കണ്ടില്ലേ. അത് മൊത്തം അടിച്ച്, കാരണം ഒരു വീടുണ്ടായിട്ട് ആ വീടുണ്ടായിരുന്നു പോലും പറയത്തില്ല. ആ രീതിയിൽ തരിശുഭൂമിയായിട്ട് മൊത്തം ഓണത്തിന് എടുത്തോണ്ട് പോയി. ഇത് തന്നെയാണ് ഇനിയിപ്പോ കേരളത്തിൽ ഈ മുല്ലപ്പെരിയാർ ഉണ്ടായാലും നടക്കാൻ പോകുന്നത്. ഇത് തന്നെയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിനെക്കുറിച്ച് അപ്പൊ ഇത് എന്ത് വേണം ഏതാണെന്നുള്ളതിനെ തീരുമാനം. പിന്നെ
ഈ ഇങ്ങനെ കിടന്ന് ജനങ്ങൾ കിടന്ന് നിരന്തരം കിടന്ന് സമരം ചെയ്യും. അപ്പൊ അവിടെ തന്നെ ആ ഏരിയയിൽ ആ നാട്ടിലുള്ള ജനങ്ങൾ ഇതിനെ സമരത്തിന് ഇറങ്ങിയായിരുന്നു. അവർ കുറച്ച് നാൾ സമരം ചെയ്യും. അവർക്ക് ജോലിക്ക് പോയല്ലോ കൂള് കുറച്ച്. അതുപോലെ കുറച്ച് നേതാക്കന്മാരെ വന്ന് നിരാകാരം കിടക്കും. അവർ 3-4 ദിവസം പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്ത് അവരെ കൊണ്ട് പോകും. വീണ്ടും ഇത് അവിടെ ഇല്ലാതെ പോകും. പക്ഷെ അവര് മാത്രം ചെയ്തിട്ട് എന്തൊരു കാര്യം? 3-4 ജില്ലകൾ കിടക്കില്ല. അവർക്കൊന്നും ഇത് വേണ്ട, ആർക്കും വേണ്ട. പിന്നെ ഞാൻ ഒരു സംശയം കൂടെ ചോദിക്കാം. എത്ര ജില്ലയാണ് പൊട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത്? എങ്ങനെ? എത്ര ജില്ല? അല്ല, അവിടെ മാത്രമേ പൊട്ടുള്ളൂ. ജില്ല പോകുന്നത് 4 ജില്ല പോകും. 4 ചിലപ്പോ 5 ജില്ലയിൽ പോകാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. വാങ്ങിക്കുന്ന പൈസ മുടക്കിയാൽ ഇവർക്ക് സ്വന്തമായിട്ട് ചെയ്തുകൂടെ? ചെയ്യാം. വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെയുണ്ട്. മക്കളടുത്തും ഭാര്യമാരോടും അപ്പൊ അത് സ്നേഹം ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് കിട്ടുക. ഇത് ഗവൺമെന്റ് ഉടനെ ചെയ്യുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. അപ്പൊ പിന്നെ എന്താണ് ഇതിന്റെ പരിഹാര മാർഗം? ജീവിച്ചിരിക്കണമെങ്കിൽ ഇവര് ചെയ്യാനുള്ളത് ഈ 4 ജില്ലക്കാരും കൂടെ പരസ്പരം പിച്ചയെടുക്കുക, ഒരു ഫണ്ട് ഉണ്ടാക്കുക. ഇത് ചെയ്യും. അത്രേ ഉള്ളൂ. ഇതിനൊരു പരിഹാര മാർഗം നമുക്ക് കണ്ടെത്താൻ കഴിയില്ലെന്നാണ് പറയുന്നത്. അത് അവരൊന്നും ചെയ്യുന്നു, ഗവൺമെന്റും ചെയ്യുന്നു പ്രതീക്ഷിക്കണ്ട. അത് നടക്കൂല. അവരിപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് പൊട്ടൂല എന്നാണ്. പൊട്ടിയാലും അവർ സംഭവിച്ചാൽ അവർ ചോദിക്കാനും ആരുമില്ല, അവരെ പോവേയില്ല. എന്റെ ഒരു അഭിപ്രായത്തില് ഇപ്പൊ നമ്മളെ ഈ ഒരു ചരുവത്തിലിരിക്കുന്ന കടലാണ് നമ്മൾ സങ്കല്പിക്കുക. ഈ മല പോലെയുള്ള വെള്ളവും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഈ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ ഗൾഫ് രാജ്യത്തിലേക്ക് ഇതിന്റെ മർദ്ദമുണ്ടാവും, സുനാമി പോലെ അങ്ങോട്ട്. കാരണം ഈ ചരുവത്തിൽ നിന്ന് വെള്ളം കവിയുമ്പോഴത്തേക്ക് അത് തമിഴ്നാട്ടിലാവാം, കേരളത്തിലാവാം, കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കർണാടകത്തിലാവാം. എന്തായിരുന്നാലും ഇതിന്റെ ആഘാതങ്ങൾ എന്തായിരുന്നാലും സംഭവിക്കും. എന്തായിരുന്നാലും ശരി തന്നെ ഇത് അവിടെ ഇത് അവർക്ക് മാത്രമേ കുഴപ്പമുള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കണം. മൊത്തത്തോടെ കുഴപ്പം ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവും. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പോയിട്ടുണ്ടല്ലോ, പോയി നിന്നിട്ടുണ്ടല്ലോ. അടച്ചത് പൊട്ടുമ്പോൾ അവസ്ഥ കണ്ടിട്ടുണ്ട്. അതുപോലെ കണ്ടു നിൽക്കാൻ പറ്റാത്തതാണ് മനുഷ്യർ. തീർച്ചയായും ഒരു ഉദാഹരണം ഞാൻ ഇതിന്റെ കാര്യം ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഇതിന് വേണ്ടെന്നുള്ള രീതിയിൽ ഒരു ദിവസത്തെ ടാക്സിന്റെ പൈസ മതി കെട്ടിപ്പൊക്കാൻ. ഇതിന് വേണ്ടപ്പെട്ട അധികാരികളും ഇതിന് വേണ്ടപ്പെട്ട ഗവൺമെന്റും ഇതിനെപ്പെട്ട മൊത്തം ജനങ്ങളും ഇതിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ഇതിനൊരു വേണ്ട നിർദ്ദേശവും പരിഹാര മാർഗവും കണ്ടെത്തി ഇതൊരു പുനർനിർമ്മാണം ഇത് നടത്തണമെന്ന് ആണ് വിനീതമായി എന്റെ അഭിപ്രായം. അതാണ് പിന്നെ ഇദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പുള്ളിക്ക് പറയാനുള്ളത് അബ്ബാസ് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞു മനസ്സിലായി. അത് എന്താ പെട്ടെന്ന് ചെയ്തിട്ട് ബുദ്ധിമുട്ടാണ്. അതൊക്കെ പ്രാന്തുള്ളതുകൊണ്ടല്ല ഈ മൊബൈലിൽ കിടന്ന് ഓരോന്ന് പറഞ്ഞു ബോധിപ്പിക്കും. തീർച്ചയായും അവർക്ക് വേറെ തൊഴിലില്ലാത്തതുകൊണ്ടോ ലൈക്ക് കിട്ടാൻ വേണ്ടി ഒന്നും അല്ല. അവര് യാഥാർത്ഥ്യം പറയുന്നു. തീർച്ചയായും അവരെ മക്കളെ പോലെയും കള്ളന്മാരെ പോലെ അവരെ കാണുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് പറയുന്നത്. തീർച്ചയായും ജനം ശക്തിയാണ്. അപ്പൊ ഇതിന്റെ ജില്ലയിലെ ഒരു ദിവസത്തെ മീനിന്റെ പൈസ മതി ഇത് കെട്ടിപ്പോക്കാൻ. ഒരു ദിവസം മീൻ വാങ്ങിക്കുന്നത് സംശയം ഉണ്ടാക്കാൻ. അപ്പൊ ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയില് നമുക്ക് സംസാരിക്കാം. ഇത് ഇവിടെ അവസാനിക്കും. മനസ്സുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.